സംസ്ഥാനത്തൊട്ടാകെ പ്രളയക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. ആദ്യം ലൈവ് റിപ്പോർട്ട്സ് പോകുന്നത് കണ്ണൂരിലേക്കാണ്. കണ്ണൂർ ചെറുപുഴ കാര്യങ്കോട് പുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഒരാൾ ബോട്ടിൽ നിന്ന് പുഴയിലേക്ക് വീണു. രക്ഷാപ്രവർത്തകനാണ് ബോട്ടിൽ നിന്ന് പുഴയിലേക്ക് വീണത്. കാണാതായ രാജേഷിനായി തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ബോട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവർ ചേർന്ന് രക്ഷാപ്രവർത്തകനെ സാഹസികമായി രക്ഷപ്പെടുത്തി. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകുന്നത്. മിഥുൻ, അതിശക്തമായ ഒഴുക്കുള്ള പുഴയിൽ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ ഈ അപകടം ഉണ്ടാവുകയായിരുന്നു. എന്തായാലും ഈ അപകടത്തിൽപ്പെട്ട രക്ഷാപ്രവർത്തകനെ സഹപ്രവർത്തകർ ചേർന്ന് ബോട്ടിലേക്ക് തിരിച്ചു കയറ്റുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണ് മിഥുൻ? ഗൗതം, ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. നമുക്കറിയാം, കണ്ണൂരിൽ ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒഴുക്കിൽപ്പെട്ട നീന്തൽ പരിശീലകനായ തിരുവനന്തപുരം സ്വദേശി രാജേഷിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി കാര്യങ്കോട് പുഴയിൽ രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഡിങ്കി ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ പരിശോധനകൾ നടത്തി വരികയാണ്. പുഴയുടെ തീരപ്രദേശങ്ങളിലൊക്കെ വലിയ തോതിലുള്ള തെരച്ചിൽ ഇപ്പോഴും നടത്തി വരികയാണ്. ഇതിൻ്റെ ഭാഗമായി ഇന്ന് ഒരു വിഭാഗം രക്ഷാപ്രവർത്തകർ പുഴയിൽ ഡിങ്കി ബോട്ട് ഉപയോഗിച്ച് ഈ തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് വലിയ അലകളാണ് ഉണ്ടായത്. ആ അലയിൽപ്പെട്ട് ഈ ഡിങ്കി ബോട്ടിൽ നിന്ന് രക്ഷാപ്രവർത്തകരുടെ ഒരാൾ തെറിച്ച് താഴേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ആളുകൾ ചേർന്ന് ഇദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ രക്ഷിച്ച് ഈ ബോട്ടിലേക്ക് തിരികെ കയറ്റുകയും ചെയ്തു. അതിലും വളരെ വലിയൊരു അപകടത്തിൽ നിന്നാണ് ആ രക്ഷാപ്രവർത്തകൻ രക്ഷപ്പെട്ടത് എന്നുകൂടി എടുത്ത് പറയേണ്ടതുണ്ട്. ഏതാണ്ട് 4 ദിവസം ഈ മഴ ശക്തമായി തുടങ്ങിയ ആ സമയത്താണ് ചെറുപുഴയിൽ തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരാളെ രക്ഷിക്കുന്നതിനിടെയാണ് നീന്തൽ പരിശീലകനായ തിരുവനന്തപുരം സ്വദേശി രാജേഷ് ഒഴുക്കിൽപ്പെട്ട് പോകുന്നത്. കരയിലേക്ക് ഏതാണ്ട് 4 മീറ്റർ മാത്രം ദൈർഘ്യമുള്ളപ്പോൾ ആണ് അദ്ദേഹം കയ്യിൽ പിടിച്ചിരുന്ന കയർ വിട്ടുപോവുകയും ഈ പുഴയിലെ ഒഴുക്കിൽ പെട്ടുപോവുകയും ചെയ്തത്. കഴിഞ്ഞ 4 ദിവസമായി തിരച്ചിൽ തുടരുകയാണ്. പക്ഷേ ഇതുവരെ രാജേഷിനെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. അതിനെ തുടർന്ന് ഇന്ന് കഴിഞ്ഞ 4 ദിവസമായി ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് രക്ഷാപ്രവർത്തകർ ഇന്ന് ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായി പ്രദേശത്ത് തെരച്ചിൽ നടത്തുകയും ചെയ്തത്. അതിനിടയിലാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. പക്ഷേ അപകടത്തിൽ മറ്റ് പരിക്കുകളൊന്നും ഏൽക്കാതെ രക്ഷാപ്രവർത്തകൻ തിരികെ ബോട്ടിലേക്ക് കയറാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. ഗൗതം.